പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീനിവാസൻ സാറെ അവിടെ നിന്നും അപമാനിച്ചു വിട്ടതുപോലെയുണ്ട് വിക്രത്തിന് തോന്നുന്നത്. വിക്രമിന് വല്ലാത്ത കുറ്റബോധം തോന്നും. അതുകൊണ്ട് തന്നെ വിക്രം വീണ്ടും ശ്രീനിവാസൻ സാറെ കാണാൻ പോയിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല വിക്രം, ഞാൻ അത് ഒരിക്കലും കാര്യമാക്കി എടുത്തിട്ടൊന്നുമില്ല. വേദ നല്ലൊരു പെൺകുട്ടിയാണ്. നിന്റെ കൂടെ ജീവിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് വേദമോൾക്ക് തന്നെയാണ്. അവളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. നിന്നെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാൻ വേണ്ടി മാത്രമല്ലേ അവൾ അതിന് ശ്രമിച്ചത്. അതൊന്നും നീ കാര്യമാക്കി എടുക്കണ്ട. പിന്നെ നീ വിചാരിക്കുന്നത് പോലെ അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നോട് ദേഷ്യപ്പെടൂ, എന്നെ വെല്ലുവിളിക്കോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവൾ ഇവിടെ വന്നിട്ട് അവളുടെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതും വളരെ സൗമ്യമായിട്ടാണ് അവൾ സംസാരിച്ചത് എന്നൊക്കെ പറയും. എന്നാലും ശ്രീനിവാസൻ സർ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും വേദയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെയായിരിക്കും വിക്രം വിശ്വസിക്കുന്നത്. വിക്രം പറഞ്ഞിട്ട് എന്നാലും സാറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൾ അത്രത്തോളം സംസാരിക്കണമെങ്കിൽ അത് അവളുടെ അഹങ്കാരമല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രീനിവാസൻ സാറ് പറഞ്ഞിട്ട് ഒരിക്കലുമല്ല, ആ കുട്ടി നിന്നെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിന്റെ പാസ്റ്റ് ഒന്നും അവൾക്കറിയില്ലല്ലോ. നമ്മൾ രണ്ടുപേരും എന്ത് കാരണം കൊണ്ടാണ് ഇത്രമാത്രം അടുത്തതെന്നുള്ള കാര്യമൊന്നും വേദക്കറിയില്ല. ആ കാര്യം നീ ആയിട്ട് തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വേദ മാറും. നീ എന്തുകൊണ്ടാണ് എന്നോട് ഇത്രമാത്രം അടുപ്പം കാണിക്കുന്നത്, നീ എപ്പോഴും എന്താണ് എൻ്റെ കൂടെ ഇങ്ങനെ കട്ടക്ക് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊന്നും വേദക്കറിയില്ലല്ലോ. നിനക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്നും നീ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന കാര്യം മാത്രമേ വേദക്കറിവുള്ളൂ. പക്ഷേ നീ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നും നീ നിരപരാധിയാണോ എന്നുള്ള കാര്യം, അതുപോലെ തന്നെ നീ എന്തിനാണ് ജയിലിൽ പോയത് എന്നുള്ള കാര്യമൊന്നും വേദക്കറിയില്ലല്ലോ. ഞാൻ എങ്ങനെ നിന്റെ ജീവിതത്തിലേക്ക് വന്നു, നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും തന്നെ വേദക്കറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അവളെ നിന്റെ കൂടെ നിർത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ആ കുട്ടിയെ നീ ഒരിക്കലും കൈവിടരുത്. കാരണം ഇത്ര മാത്രം നല്ലൊരു പെൺകുട്ടിയെ നിനക്കിനി ഒരിക്കലും കിട്ടില്ല വിക്രം. വേദമോള് നല്ല സ്വഭാവമുള്ള, നല്ല ബോൾഡായിട്ടുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്. അവളോട് നീ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവളത് മനസ്സിലാക്കും. നീ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ തമ്മിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അടുപ്പം എന്ന കാര്യം നീ തന്നെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം. അപ്പം പിന്നെ വേദക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. നമ്മളെ അവൾ മനസ്സിലാക്കും. നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവൾ തന്നെ അംഗീകരിക്കും. അല്ലെങ്കിൽ പിന്നെ ഏതൊരാൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്തിന് നമ്മൾ ചെയ്യുന്നത് തെറ്റായിട്ട് തന്നെ ആർക്കാണെങ്കിലും തോന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നതിൽ ന്യായമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിരിക്കാനൊന്നും പറ്റില്ല. വേദ നിന്റെ ഭാര്യയാണ്, നീ അവളെ കൈവിടരുത്. ജീവിതകാലം മുഴുവൻ ഇനി നീ അവളുടെ കൂടെയാണ് ജീവിച്ച് തീർക്കേണ്ടത്. അതുകൊണ്ട് വേദമോൾ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ സാർ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് വിക്രമിനെ. ശ്രീനിവാസന്റെ വാക്കെല്ലാം കേട്ടുകൊണ്ടതിന്റെ വിക്രം മനസ്സില്ല മനസ്സോടുകൂടെ ആയിരിക്കട്ടെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത്. ഇതേ സമയത്ത് തന്നെ വേദയാണ് കാണിക്കുന്നത്. അച്ഛൻ പറഞ്ഞ വാക്കുകൾ വേദയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. വിക്രം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ് എന്നും അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നും ഞാൻ എൻ്റെ കണ്ണുകളെയാണ് വിശ്വസിക്കുന്നത് എന്ന് സുധാകരൻ മാഷ് പറഞ്ഞ വാക്കുകൾ വേദയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സുധാകരൻ മാഷ് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്കുകൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേദ. ഇത്ര കാലം വേദ വീട്ടിലേക്ക് വന്നിട്ട് വിക്രമാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്നത് പോലും വേദ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വിക്രം ഒരിക്കലും മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം വേദക്ക് ഉറപ്പുണ്ട്. ഏതായാലും വിക്രം തിരിച്ച് വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ വേദ അതിനെ പറ്റിയിട്ട് വിക്രമിനോട് ചോദിക്കും. അച്ഛൻ പറഞ്ഞതിൽ എന്തെങ്കിലും പൊരുളുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെ ആയിരിക്കട്ടെ വേദ ആ കാര്യങ്ങളൊക്കെ വിക്രമിനോട് തുറന്നു ചോദിക്കുന്നത്. നിങ്ങൾ മയക്കുമരുന്ന് കഞ്ചാവൊക്കെ ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ തന്നെ ശ്രീനിവാസൻ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കട്ടക്കലിപ്പിലായിരിക്കും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ സമയത്തായിരിക്കും വേദ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ മയക്കുമരുന്നോ കഞ്ചാവോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ? അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുള്ളൂ എന്നൊക്കെ വേദ പറയാണ്. വിക്രത്തിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരാണ്. വിക്രം പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടായിരിക്കില്ലേ നീ ഇതെല്ലാം പറഞ്ഞത്, ഞാൻ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. എന്നാ നീ കേട്ടോ, ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതൊന്നും തൊട്ടിട്ട് പോലുമില്ല. എൻ്റെ നിരപരാധിത്വം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിപ്പോൾ ഇനി ഏതായാലും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ ചെയ്തതിനും ചെയ്യാത്തതിനൊക്കെ കുറ്റപ്പെടുത്താൻ മാത്രമേ എൻ്റെ അച്ഛന് കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നും അച്ഛൻ അത് തന്നെയാണ് ചെയ്തത്. ഇത്ര കാലം അച്ഛൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്നുള്ള കാര്യം അച്ഛൻ ചിന്തിക്കാറ് പോലുമില്ല. വെറുതെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അച്ഛൻ സംസാരിക്കാറുള്ളത്. എന്നിട്ടിപ്പോൾ അച്ഛനെ കൂട്ടുപിടിച്ച് നീയും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തന്നെ നോക്കുകയാണോ വേദയെന്നൊക്കെ ചോദിക്കട്ടെ വിക്രം. എന്തിനാ വേദ നീ ഇങ്ങനെ മനഃപൂർവ്വം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ ഒരു മനുഷ്യായുസ്സിൽ ഒരുപാടധികം അനുഭവിച്ചിട്ടാണ് ഞാൻ ഇത്ര വരെ എത്തി നിൽക്കുന്നത്. അന്നൊന്നും എന്നെ മനസ്സിലാക്കാൻ ഈ പറഞ്ഞ ആരും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ അന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അന്നൊക്കെ ഞാൻ ഒട്ടേറെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അന്ന് എൻ്റെ സ്വന്തം അച്ഛൻ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം എൻ്റെ മേൽ വരുന്ന സമയത്തിന് ഞാനത് ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ പോലും എൻ്റെ അച്ഛന് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മകനത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും അച്ഛന് സാധിച്ചില്ല. കാരണം എൻ്റെ അച്ഛന് അത്ര പോലും എന്നെ വിശ്വാസമില്ലായിരുന്നു. ഞാൻ അത്രത്തോളം ജീവന് തുല്യം സ്നേഹിച്ച് എൻ്റെ അച്ഛന് പോലും എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് അന്ന് എന്നെ തളർത്തിയത്. അന്ന് ആ ജയിലിൽ വെച്ച് അത്രമാത്രം ശിക്ഷ കിട്ടിയതിലൊന്നും ഞാൻ തളർന്നിട്ടില്ല.
എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ ഒരു മുൻവിധി വെച്ച് എല്ലാം അങ്ങ് തീരുമാനിക്കുമായിരുന്നു. അല്ലാതെ അച്ഛൻ്റെ കൺമുന്നിൽ എന്തോ ഒരു കാര്യം കണ്ടു എന്നുള്ളത് പറയുന്നുണ്ട്. അത് എന്താണെന്നോ അതെന്തിനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കാൻ പോലും അച്ഛൻ തുനിഞ്ഞിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും അച്ഛൻ എന്നോട് ചോദിച്ചിട്ടില്ല. അച്ഛൻ്റെ മുൻവിധിയിൽ അന്ന് നഷ്ടമായത് എൻ്റെ ജീവിതമാണ്, എൻ്റെ കോളേജാണ്, എൻ്റെ പഠനമാണ്. അതെല്ലാം ഞാൻ പിന്നീട് വേണ്ടെന്ന് വെച്ചത് അത്രമാത്രം സഹിച്ചതുകൊണ്ട് തന്നെയായിരുന്നു. വിക്രമിൻ്റെ കഥകളെല്ലാം കേൾക്കുന്ന സമയത്തിന് വേദക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. കാരണം അത്രയും അക്കാദമിക് കരിയറുള്ള അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള വിക്രം ഇതെല്ലാം ഉപേക്ഷിച്ചതിന് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെ വിക്രം തൻ്റെ പഠനം പോലും ഉപേക്ഷിക്കാൻ ഒരു കാരണക്കാരൻ മാഷാണെന്നുള്ള സത്യം വേദ തിരിച്ചറിയുന്നുണ്ട്. സുധാകരൻ മാഷിന് തന്നെയാണ് വിക്രമിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവാൻ ഏറിയ പങ്കെന്നുള്ള കാര്യമായിരിക്കും വേദ തിരിച്ചറിയുന്നത്. കാരണം അന്ന് വിക്രം ഒട്ടും ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. പക്ഷേ അന്ന് വിക്രമിനെ ഒന്നും മനസ്സിലാക്കാനോ അവന് വേണ്ടി വാദിക്കാനൊന്നും തന്നെ സുധാകരൻ മാഷ് തയ്യാറായിരുന്നില്ല. മാഷ് അന്ന് വിക്രമിൻ്റെ ഫ്രണ്ട്സിനെ ഇതുപോലെ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ വിക്രമിനെ കണ്ടു. എന്നിട്ട് ആ ഒരു ഊഹാബോഹം വെച്ചുകൊണ്ട് തന്നെ വിക്രം ഒരു പയ്യനെ തല്ലി. എന്നിട്ട് മയക്കുമരുന്നും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ വിക്രം തല്ലി. അപ്പോൾ അതിൻ്റെ പേരിൽ മാഷ് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു അന്ന് വിക്രമിനെ. അന്നൊന്നും വിക്രം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സുധാകരൻ മാഷിനോട് പറയുന്നുണ്ടെങ്കിൽ പോലും വിക്രമിൻ്റെ വാക്കൊന്ന് കേൾക്കാൻ പോലും മാഷ് തയ്യാറായിരുന്നില്ല. അങ്ങനെ എല്ലാവരും വിക്രം തെറ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്തിന് സുധാകരൻ മാഷ് വിക്രമിൻ്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് തന്നെ വിക്രം അങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് തന്നെയായിരിക്കട്ടെ മാഷ് ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരൻ മാഷ് ഒരിക്കലും വിക്രമിനെ ജാമ്യത്തിലിറക്കാനോ അല്ലെങ്കിൽ വിക്രമിന് വേണ്ടിയിട്ട് വാദിക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. തൻ്റെ മകൻ ഒരു വലിയ തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ വീട്ടിലാരെയും അതിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിക്രം അങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് തന്നെ സുധാകരൻ മാഷ് വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു എന്ന് മാത്രമല്ല, വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ആരും ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണ്ട എന്ന് മാഷിൻ്റെ താക്കീതായിരുന്നു. അത്രമാത്രം സുധാകരൻ മാഷ് ആ കാലഘട്ടത്തിൽ വിക്രമിനെ ഒഴിച്ചു മാറ്റിയ മട്ടായിരുന്നു. അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചിരുന്ന വിക്രമിന് പെട്ടെന്ന് കോളേജിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോഴേക്കും അവൻ്റെ കൂടെ നിൽക്കാൻ, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ ഒട്ടേറെ സ്നേഹിച്ചിരുന്ന അവൻ്റെ അച്ഛൻ തന്നെ അവനെ തള്ളിക്കളഞ്ഞതോടുകൂടി തന്നെ വിക്രമിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണെന്നുള്ള സത്യമെല്ലാം വേദ മനസ്സിലാക്കും. വിക്രം ഈ കാര്യങ്ങളെല്ലാം തന്നെ വേദയോട് തുറന്നു പറയുന്നുണ്ട്. അന്ന് ഞാൻ ഏറെ സ്നേഹിച്ച് എൻ്റെ അച്ഛന് പോലും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് പോലും ഒരു അച്ഛൻ്റെ സ്നേഹം തന്ന് എന്നെ കൂടെ നിർത്തിയത് ശ്രീനിവാസൻ സാറാണ്. ഇപ്പം ഞാനിത് ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരനും ശ്രീനിവാസൻ സാറാണ്. അന്ന് ഞാൻ ആകെ ഒറ്റപ്പെട്ട് അനുഭവിച്ച മാനസികാവസ്ഥയൊന്നും ഇപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. വീട്ടിൽ നിന്നൊന്നും ഇറങ്ങാൻ പോലും പറ്റാതെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ അന്ന് എന്നെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അതെല്ലാം മറന്ന് ഇന്ന് വിക്രം ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ശ്രീനിവാസൻ സാറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം അതൊരിക്കലും മുറിച്ചു മാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല വേദ. ഇനിയിപ്പോൾ അയാളുടെ അടിമയായിട്ടാണെങ്കിൽ അങ്ങനെ അയാളുടെ കൂടെ എന്നും നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്ന സമയത്തിന് നീ അത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. അന്ന് എനിക്ക് ആരാരുമില്ലാത്ത സമയത്തിന് ഒരു അച്ഛൻ്റെ സ്നേഹം തന്ന്, ഒരു അച്ഛൻ്റെ സ്വാതന്ത്ര്യം തന്ന് എന്നെ കൂടെ നിർത്തിയ മനുഷ്യനാണത്. അതുകൊണ്ട് തന്നെ അയാളെ എനിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അന്ന് ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് അത്രയും വലിയൊരു ശിക്ഷ അനുഭവിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരിക്കലും ആ ഒരു തെറ്റിൻ്റെ പാതയിൽ ഞാൻ പോവുകയില്ല. പക്ഷേ അതൊന്നും ഒരിക്കലും എൻ്റെ സ്വന്തം അച്ഛൻ ഇന്നേ വരെ മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. ഇനി ഏതായാലും അച്ഛൻ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നും എനിക്കില്ല എന്നിങ്ങനെ വിക്രം വളരെയധികം സങ്കടത്തോടു കൂടെ ആയിരിക്കട്ടെ വേദയോട് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുന്ന സമയത്തിന് അവസാനം വിക്രം സ്നേഹിക്കുന്ന വേദ പോലും തന്നെ ഇങ്ങനെ തള്ളിക്കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ വേദ ചോദിച്ചില്ല വിക്രം കഞ്ചാവ് ഉപയോഗിക്കുമെന്ന്. അതുപോലെ വേദയുടെ ആ ഒരു ചോദ്യം കൂടെ കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് നന്നേ ദേഷ്യം വരും. കാരണം വിക്രം ഇപ്പോൾ വിക്രമിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ താൻ ഒരുപാട് സ്നേഹിക്കുന്ന തൻ്റെ വേദ പോലും തൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ വേദ പോലും തന്നെ അത്രമാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നൊക്കെ ആയിരിക്കട്ടെ വിക്രം ചിന്തിക്കുന്നത്. അങ്ങനെ വിക്രം ദേഷ്യപ്പെട്ടുകൊണ്ടതിന് വേദയോട് പറഞ്ഞിട്ട് നീയും കൂടി അച്ഛൻ്റെ പാദം തുറന്ന് എന്നിങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും വരണ്ട. ഞാൻ ഇന്നേ വരെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇനി ജീവിതത്തിലുടനീളം ഉപയോഗിക്കുമില്ല എന്നൊക്കെ പറയും. അങ്ങനെ വിക്രം വേദയോട് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയത്തിന് വിക്രത്തിൻ്റെ ഭൂതകാലത്തെ പറ്റിയിട്ടും വേദയോട് പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ വിക്രം പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ശ്രീജേട്ടത്തിയായിരിക്കും. അതോടുകൂടി തന്നെ വേദ വിക്രമിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇന്നേ വരെ വിക്രം യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വേദ മനസ്സിലാക്കും. എന്നിട്ട് ആ ഒരു കാര്യം വേദ തന്നെ ആയിരിക്കട്ടോ സുധാകരൻ മാഷെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു കാര്യമെല്ലാം അറിയുന്ന സമയത്തിന് സുധാകരൻ മാഷിന് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോ. അങ്ങനെ പവിത്രം സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.